വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകല്ലേ, അവിടെ നിൽക്കുക. ഈ വീഡിയോ എന്താണെന്നൊക്കെ കണ്ടിട്ട് പോകട്ടോ. എന്നിട്ട് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ പ്ലീസ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയാവോ? കുറേ ദിവസമായിട്ട്, ഒരു മാസമായിട്ട് അക്കു മോൻ എന്നോട് പറയുകയാണ് ഇത് ഉണ്ടാക്കി കൊടുക്കാൻ. അതിന് വേണ്ട സാധനങ്ങൾ തന്നെ ഞാൻ ആദ്യം തന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ബീഫ് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും എല്ലാം കൂടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്ര നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല ഇത് എന്താ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ അതിനകത്തോട്ട് നമുക്ക് ബീഫ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് മൂത്ത് പോകാൻ പാടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫ്രൈ ഒക്കെ ആയി എടുത്താൽ മതി. ഒരു 5 മിനിറ്റ്സേ ഞാൻ ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരുപാട് ഫ്രൈ ആയാൽ നമുക്ക് കടിക്കാൻ പറ്റത്തില്ല, ഭയങ്കര കട്ടിയായിപ്പോവും. അപ്പം ഞാൻ ഇതുപോലൊരു ഈ ഒരു പരുവത്തിലാക്കി എടുക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. അവസാനം ഞാൻ ഒരു ബ്രൗണിഷ് കളർ വരെ എടുക്കുന്നുണ്ട്. ഒത്തിരി കട്ടിയാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് മോൻ എന്നോട് പറയുകയാണ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ എനിക്ക് ഇതുവരെ സമയം കിട്ടില്ല ഇത് ഉണ്ടാക്കി കൊടുക്കാൻ. ഞാൻ ഷോപ്പിലൊക്കെ പോകുന്നതുകൊണ്ട് എനിക്ക് ഒട്ടും ടൈം കിട്ടത്തില്ല. അപ്പം ബീഫ് അത്രയും റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലോടാണ് ബാക്കിയുള്ള സാധനങ്ങൾ കടുക് താളിക്കുന്നത്. കാരണം അതിനകത്ത് ഭയങ്കര നല്ല ചൂടായിട്ടുണ്ടായിരുന്നു. അത് കാരണം ഞാൻ വേറൊരു പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ വെളുത്തുള്ളി കുറച്ച് ഇടുന്നുണ്ട്. ആവശ്യത്തിന് നിങ്ങൾക്ക് ഇടാം കേട്ടോ. പിന്നെ ഞാൻ ഇഞ്ചി ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തർക്കും ആവശ്യത്തിനനുസരിച്ച് എത്ര വേണമെന്ന് വെച്ചാൽ ഇടണം കേട്ടോ. പിന്നെ പച്ചമുളക് ഇടുന്നുണ്ട്. ഞാൻ ഒരുപാട് എരിവൊന്നും ചേർക്കുന്നില്ല, കാരണം മക്കൾക്ക് സ്കൂളിൽ കൊടുത്ത് വിടാനുള്ളതല്ലേ. അപ്പോൾ അവർക്ക് ഒത്തിരി സ്പൈസി ഒന്നും ഇഷ്ടമല്ല. അത് കാരണം പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ഈ ഒരു ബ്രൗണിഷ് കളർ ആകുമ്പം, ഈ ഒരു പരുവത്തിലാകുമ്പോഴത്തേന് നമുക്ക് അതിനകത്തോട്ട് ബാലൻസ് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എരിവിനനുസരിച്ച് എത്ര മുളക് പൊടി വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരുപാട് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കായപ്പൊടി നമുക്ക് ഓപ്ഷണലാണ് കേട്ടോ. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ പക്ഷേ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതിനുശേഷം കുറച്ച് ഉപ്പൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾക്ക് എത്ര ഉപ്പ് വേണോ അതനുസരിച്ച് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കുക. അപ്പം ഞാൻ ഈ ബീഫിനകത്തോട്ട് അത് തിരിച്ച് കൊണ്ടുവന്ന് ഇടുകയാണ് കേട്ടോ. ആ വഴറ്റി വെച്ചേക്കുന്ന സാധനം എല്ലാം കൂടെ ഞാൻ ബീഫിനകത്തോട്ടിട്ട് പുരട്ടിയെടുക്കുക. കാരണം നമ്മൾ അതിനകത്തോട്ട് വഴറ്റിയതിനകത്തോട്ട് ബീഫ് ഇട്ട് വഴറ്റാൻ ആ പാത്രം ചെറുതല്ലേ. അപ്പോൾ അത് കാരണം തിരിച്ച് വഴറ്റിയെടുക്കുകയാണ്. അപ്പം തീ കുറച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഓയിലും എല്ലാം ഇട്ട് കടുക് പൊട്ടിയത് കറിവേപ്പില എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്നും അത് കണ്ടപ്പോൾ തന്നെ കൊതിയാവുന്നു എൻ്റെ മുത്തുമണികളെ. ഒരു രക്ഷയില്ല. എന്താ സ്മെല്ല്, കിടുക്കാച്ചി ഐറ്റം. പിന്നെ ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വിനാഗിരി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് ഈ ഒരു പരുവത്തിലായപ്പോൾ ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് വെച്ചു, തീ ഓഫ് ചെയ്ത് വെച്ചു. അപ്പോൾ ഒരു 2 hours കഴിഞ്ഞ് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ നല്ല കുറുകി ഈ ഒരു പരുവത്തിലായി ഇരിപ്പുണ്ട് കേട്ടോ. എന്നാ ടേസ്റ്റാന്ന് പറയാം എൻ്റെ പൊന്നുമക്കളെ. ഒരു രക്ഷയുമില്ല, കിടുക്കാച്ചിയായിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കരുത്. ഇതുപോലൊരു പ്രാവശ്യം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അയക്കണം. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നുണ്ട്. ബൈ ബൈ, താങ്ക് യു.